കഴിഞ്ഞ 6 ദിവസങ്ങളായി 3,74,071 പേരാണ് തീർത്ഥാടനത്തിനായി ശബരിമലയിലേക്ക് എത്തിയത്. അതിൽ ഓരോ ദിവസവും 10,000-ഓളം കുട്ടികളുമാണ് ഓരോ ദിവസവും എത്തുന്നത്. 63,043 ഇന്നലത്തെ കണക്ക്. അതിന് മുമ്പത്തെ ദിവസം 64,484, ആദ്യ ദിവസം 30,657 തീർത്ഥാടകർ എത്തി. ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന് 18-ാം തീയതിയാണ്, കഴിഞ്ഞ ദിവസമാണ്. 75,959 പേരാണ് എത്തിയത്. എന്നാൽ 80,000 എന്ന സർക്കാരിന്റെ കണക്കിലേക്ക് എത്തുന്നില്ല. കാരണം സ്പോട്ട് ബുക്കിങ്ങിന്റെ എണ്ണം കുറവാണ്. ഒപ്പം തീർത്ഥാടകർ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്താൽ തന്നെ പലർക്കും എത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അവർക്ക് എത്താൻ സാധിച്ചില്ലെങ്കിൽ അവർ ക്യാൻസൽ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യമാണുള്ളത്. പലരും പ്രായമായവരും കുട്ടികളും ഉണ്ട്. അവർക്കൊക്കെ സൗകര്യങ്ങൾ ഒരുക്കുന്ന ജീവനക്കാർ എന്നോടൊപ്പമുണ്ട്. താങ്കളുടെ പേരെന്താണ്? രാംദാസ്. ഏത് സർവീസാണ്? നമ്മൾ സ്ട്രെച്ചർ സർവീസ്, ദേവസ്വം ബോർഡിന്റെ. ഒരുപാട് പേര് വയ്യാതെ വരുന്നവരെയൊക്കെ, സുഖമില്ലാതെയൊക്കെ ആസ്പത്രിയിൽ എത്തിക്കല്, കുഴഞ്ഞു വീഴുന്നവര്, അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ ആസ്പത്രി. തിരക്ക് കൂടുതലായിട്ടാണോ അങ്ങനെ ആളുകൾക്ക് ബുദ്ധിമുട്ട് വരുന്നത്? അതെ, തിരക്ക് കൂടുതൽ. ഒരുപാട് തിരക്കുണ്ടാകുന്ന സമയത്ത് ബുദ്ധിമുട്ടുകൾ, പല അസുഖങ്ങളുള്ളവര്, അങ്ങനെ ഉള്ളവരൊക്കെ കുഴഞ്ഞു വീഴലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അവരെ നമ്മളെടുത്ത് ആസ്പത്രിയിൽ എത്തിക്കുകയും. ഏത് ആശുപത്രിയിലേക്കാണ് നിങ്ങൾ സാധാരണ ആദ്യം? നമ്മളിവിടെ നടപ്പന്തലില് ആസ്പത്രിയുണ്ട്, അവിടെ കൊണ്ട് എത്തിക്കും. അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടോ? എല്ലാ സൗകര്യമുണ്ട് അവിടെ. അവിടെ പിന്നെ അവരെ ഏൽപ്പിച്ച്, ഡോക്ടർമാരെയൊക്കെ ഏൽപ്പിച്ച് അവരെ എല്ലാം കഴിഞ്ഞ് അതിന് ശേഷം ഞങ്ങൾ തിരികെ വരാം. വിദഗ്ധ ചികിത്സ ആവശ്യം വേണ്ട രോഗികളെ സംബന്ധിച്ചത് എന്താണ് നിങ്ങൾ ചെയ്യാറ്? അത് നമ്മൾ അവിടെ നിന്ന് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ഇതായി കൂടുതൽ പറ്റാത്തവരെ പമ്പയ്ക്ക് കൊണ്ടുപോകും. പമ്പയിൽ പറ്റാത്തവരെ പത്തനംതിട്ട ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാറുണ്ട്. ഇതെല്ലാം നിങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ വേറെ? ഇവിടുന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കും. അവിടെ നിന്ന് അവർ ആംബുലൻസിൽ പമ്പയ്ക്ക് ഇറക്കും. പമ്പയിൽ പോയി പമ്പയിൽ പറ്റുന്നത് പമ്പയിൽ ചെയ്യും, അല്ലാത്തവർ അത് പത്തനംതിട്ട ഹോസ്പിറ്റലിലേക്ക് എത്തിക്കും. എത്ര ജീവനക്കാർ ഇക്കാര്യത്തിന് വേണ്ടി, അതായത് സ്ട്രെച്ചർ സർവീസിൽ? 20 പേരുണ്ട്. സന്നിധാനത്ത് 10 പേരുണ്ട്. താഴെ ഒരു 10 പേരുണ്ട്. വാവരുന്നാളര അവിടെ 10 പേര്, ഇവിടെ സന്നിധാനം 10 പേരുണ്ട്. ഈ ശരണ വഴികളിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ എന്താ ചെയ്യുക? ശരണ വഴികളിലൊക്കെ അവിടെയൊക്കെ ഞങ്ങളുടെ ഓരോ ക്യാമ്പുകളുണ്ട്. അവിടെ എത്തിക്കാൻ മരക്കൂട്ടത്തുണ്ട്, അപ്പാച്ചിമാടുണ്ട്, ശരംകുത്തിയിലുണ്ട്, ഇവിടെ സന്നിധാനത്തുണ്ട്, താഴെ വാവരുന്നാളര അവിടെയുണ്ട്. നമ്മുടെ നിൽക്കാതെ വിശ്രമമില്ലാതെ കയറുന്നത് കൊണ്ടാണ് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അത് കുറെ പേര് തിരക്ക് പിടിച്ച് കയറുന്നവരുണ്ടാവും, സമാധാനത്തിൽ വരുന്നവരുണ്ടാവും. ഈ ഷുഗർ BP ഉള്ളവർ ശ്രദ്ധിക്കാതെ അങ്ങനെ വരുന്ന സമയത്ത് മരുന്ന് കഴിക്കില്ല, ചിലവർ ഭക്ഷണവും കിട്ടാതെ. അപ്പം അങ്ങനെയൊക്കെ കയറി വരുന്നവരാവും പെട്ടെന്ന് കുഴഞ്ഞു വീഴലും കാര്യങ്ങളും, ഇങ്ങനെ അസുഖങ്ങൾ പലവരും ഉണ്ടാവും. അപ്പം അങ്ങനെ വരുന്ന പറ്റുന്ന ഒരു കഴിഞ്ഞ ദിവസങ്ങളിലെ തിരക്ക് എങ്ങനെയാണ്? കഴിഞ്ഞ നേരത്തെയൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ 2 ദിവസമായിട്ട് കുറച്ച് തിരക്ക് കമ്മിയാണ്, വലിയ കുഴപ്പമില്ല. ഇതിൻ്റെ മുന്നൊക്കെ നല്ല തിരക്കായിരുന്നു. ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായ ബുദ്ധിമുട്ടുള്ള ആളുകൾ, നേരത്തെ തന്നെ രോഗങ്ങളുള്ള ആളുകൾ വരുമ്പോൾ കൂടുതൽ സൂക്ഷിക്കണം എന്നാണ് ഈ ജീവനക്കാർ പറയുന്നത്. അവർ എത്തുമ്പോൾ സൗകര്യപ്രദമായ രീതിയിൽ വിശ്രമിച്ച ശേഷം വേണം മല കയറാൻ. കൂടുതൽ കിതപ്പ് അനുഭവപ്പെടുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്കും കുറെ കൂടെ ഒരു വിശ്രമം ആവശ്യമാണ്. അത്തരത്തിൽ സമയത്ത് ആഹാരം, ഭക്ഷണം, അതുപോലെ വേണ്ട മരുന്നുകൾ കയ്യിൽ കരുതുക, ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. അല്ലെങ്കിൽ ആണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന ആളുകളെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള സംവിധാനമുണ്ട്. ആശുപത്രിയിൽ സുസജ്ജമായി ഇരിക്കുകയാണ് സന്നിധാനത്തെ ആശുപത്രി. ഒപ്പം തന്നെ കൂടുതൽ വിദഗ്ധ ചികിത്സ ആവശ്യമുള്ളവരെ താഴെ പമ്പയിലും പിന്നീട് പത്തനംതിട്ട ആശുപത്രിയിലുമെല്ലാം എത്തിക്കുന്ന ഒരു സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ 2 ദിവസങ്ങളായി തിരക്ക് അല്പം കുറവാണ്. 65,000-ൽ താഴെ ആളുകൾ മാത്രമാണ് ഓരോ ദിവസവും എത്തുന്നത്. നേരത്തെ 75,000-ൽ പരം ആളുകൾ വന്ന ദിവസമുണ്ടെങ്കിൽ പോലും 80,000 എന്ന സർക്കാരിന്റെ കണക്കിലേക്ക് എത്തുന്നില്ല എന്നുണ്ട്. അതിനുവേണ്ടി കൂടുതൽ സ്പോട്ട് ബുക്കിങ്ങുകൾ വേണമെന്നാണ് ദേവസ്വം അധികൃതർ അഭ്യർത്ഥിക്കുന്നത്.